ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അയന. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ഔട്ടിംഗ് വീഡിയോ ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. നമുക്ക് പുറത്തൊക്കെ പോയി കറങ്ങിയിട്ട് വരാം അല്ലേ. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊരു മീറ്റപ്പ് പ്ലാൻ ചെയ്ത് തുടങ്ങിയിട്ട് കുറേ നാളായി, പക്ഷെ ഒന്നും നടക്കാറില്ല കേട്ടോ. നമ്മൾ പ്ലാൻ ചെയ്ത് പോയി ഒന്നും നടക്കില്ല അല്ലേ. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചതാണ് കേട്ടോ. അപ്പോൾ എവിടെ കാണും എന്ന് ആലോചിച്ചപ്പോൾ നമുക്കിതാ മഹാഗണിത്തോട്ടാണ് കേട്ടോ മനസ്സിൽ വന്നത്. അപ്പോൾ വളരെ അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ അത്. നമ്മൾ പെരുമ്പാവൂരിൽ നിന്ന് നമുക്കൊരു 34 കിലോമീറ്ററോളം വരും കേട്ടോ മഹാഗണിത്തോട്ടം. മുളംകുഴി എന്നാണ് കേട്ടോ പ്രോപ്പർ പ്ലേസ്. അപ്പോൾ നമ്മളിതാ അവിടുന്ന് ചെക്ക് പോസ്റ്റ് എത്തി. പിന്നെ നമ്മൾ അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തു കേട്ടോ. എൻട്രി പാസ്സൊക്കെ എടുത്ത് നമ്മൾ അകത്തേക്ക് പോവാണ്. അവിടെ അതിനെയാണെങ്കിൽ നമ്മൾ മഹാഗണിത്തോട്ടം എന്ന് പറയുന്നത് മഹാഗണിയാണ് കേട്ടോ ഫുള്ളതിൽ. നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി അങ്ങനെ നടക്കുകയാണ് കേട്ടോ. നല്ല രസമാണ്. വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എത്തും. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര കാമായിട്ട് ഇങ്ങനെ നമ്മളുടെ പക്ഷികളുടെയൊക്കെ സൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ അടിപൊളി ഒരു സ്ഥലം. അപ്പോൾ നമ്മളങ്ങനെ ഉള്ളിലേക്ക് നടക്കുകയാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു പോർഷനിലാണ് കേട്ടോ നമ്മുടെ പുലിമുരുകൻ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തത്. പുലിമുരുകൻ നമ്മൾ പുലി വരുന്ന ഒരു സീനുണ്ടല്ലോ, അതാ ഈ ഭാഗത്തായിട്ടാണ് കേട്ടോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒത്തിരി സിനിമകളിലൂടെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബാഹുബലി അങ്ങനെ പല പല സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടോ. നമ്മൾ ഈ ചെക്ക് പോസ്റ്റിൽ നിന്നും ഫോറസ്റ്റിലൂടെ ഒരു 10 മിനിറ്റോളം നടക്കാനുണ്ട് കേട്ടോ. രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെയാണ് കേട്ടോ ഇവിടേക്കുള്ള എൻട്രി ടൈം. നമ്മളിപ്പോൾ ഇവിടെ എത്തുമ്പോൾ തന്നെ ഏകദേശം ഒരു 3:30 ഒക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അധികം സമയമൊന്നും ഇല്ല ഇവിടെ സ്പെൻഡ് ചെയ്യാൻ. ശരിക്കും നമ്മൾ രാവിലെ തന്നെ വരേണ്ടതായിരുന്നു, പക്ഷെ നമ്മൾ കുറച്ച് ലേറ്റായി പോയിട്ടോ. എന്നാലാണ് നമുക്കിവിടെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഒത്തിരി ആളുകൾ വരുന്നുണ്ട് കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ മുന്നൊരു പ്രാവശ്യം ഇവിടെ പോയിട്ടുണ്ട്, പക്ഷെ അന്നൊന്നും ഇത്ര തിരക്കുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിത് ആ ഫോറസ്റ്റിലൂടെ നടന്നിങ്ങനെ അറ്റത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതിന് താഴെയായിട്ട് പുഴയാണ് കേട്ടോ വരുന്നത്. ഇപ്പോൾ ഇതാ ഇവിടെ ഈ മരങ്ങളിലെല്ലാം ഊഞ്ഞാലെല്ലാം കെട്ടിയിട്ടിട്ടുണ്ടോ. അപ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് ആടുകയൊക്കെ ചെയ്യാം. പിന്നെ മരങ്ങളുടെ കീഴെല്ലാം തറ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എല്ലാം ഇരുന്ന് റെസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ആയു അവിടെ ഇരുന്ന് ആടുന്നുണ്ട് കേട്ടോ. ആയുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വേഗം ചെന്ന് ഊഞ്ഞാലിൽ ചാടി കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്ക് തന്നെ എല്ലാവർക്കും വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഇത് അവിടെ ഇങ്ങനെ ചെറിയ ചെറിയ ചെടികളൊക്കെ ഇങ്ങനെ മുളയുടെ ഇതിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ ഏരിയകളാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളിവിടെ താഴേക്ക് ഇതുപോലെ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. താഴേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മുടെ ഇവിടെ പുഴ. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അടിപൊളി വ്യൂ ആണ്. ഞങ്ങൾ ഈ സമയത്ത് വന്ന കാരണം ഇവിടെ വെയിലില്ല കേട്ടോ. വെയിൽ കുറവാണ്, ചെറിയ രീതിയിലുള്ള വെയിലുള്ളൂ. ഒത്തിരി ആളുകളുണ്ട് കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഇതാ അവിടെ കുട്ടികൾക്ക് ഇറങ്ങാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റായി വെള്ളം കണ്ടപ്പോൾ. പിന്നെ ഒത്തിരി ആളുകൾ ഇങ്ങനെ കളിക്കുന്നതൊക്കെ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റായി കേട്ടോ ഇറങ്ങാനായിട്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു അവരെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ആക്കാമെന്ന് വിചാരിച്ചു. അവരങ്ങനെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരവിടെ നല്ല കളിയാണ് കേട്ടോ. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ അവിടെ അതിൻ്റെ ഇടയിൽ റിബണൊക്കെ കെട്ടിയിട്ടുണ്ട്. നമ്മൾ ആ ഭാഗത്ത് അപ്പുറത്തോട്ട് പോകാൻ പാടില്ല കേട്ടോ. ഇപ്പോൾ ഇവിടുത്തെ മക്കൾ നല്ല കളിയാണ്. വെള്ളം കണ്ടാൽ പിന്നെ ആർക്കല്ലേ ഇഷ്ടമില്ലാത്തത്. നമ്മൾ വേറെ ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായില്ല, അതുകൊണ്ട് നമ്മളാരും ഇറങ്ങാൻ പോയില്ല. അപ്പോൾ അതാ കുട്ടികൾ ഇറങ്ങി കളിക്കുന്നുണ്ട്. ഞങ്ങളിങ്ങനെ 3 ആളും കൂടി അങ്ങനെ കണ്ടുവിട്ട് ഒരു 5 വർഷത്തിന് മേലെയായിട്ടുണ്ട് കേട്ടോ. ഒരുപാടുണ്ടായിരുന്നു സംസാരിക്കാനായിട്ട്. ഞങ്ങളപ്പോൾ ഞങ്ങളുടെ സംസാരത്തിലേക്ക് കടന്നു കേട്ടോ. അവർ എല്ലാവരും കൂടിയിട്ട് അവിടെ നിന്ന് കളിയാണ്. ചേട്ടന്മാർ അവരെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരവിടെ നിന്ന് കളിക്കട്ടെ എന്ന് വിചാരിച്ചു ഞങ്ങൾ. പിന്നെന്താ, നമ്മുടെ ടൈമൊക്കെ ഏതാണ്ട് കഴിയാറായി തുടങ്ങി കേട്ടോ. നമ്മൾ 8 മണി തൊട്ട് 5 മണി വരെയാണ് ഉള്ളത്. 5 മണിക്ക് ശേഷം അവിടെ ആന ഇറങ്ങുന്നതാണ് പറയുന്നത്. ആനകൾ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് വരുന്ന സ്ഥലമാണ്, ഫോറസ്റ്റ് ആണല്ലോ. അപ്പോൾ അതിന് ശേഷം നമ്മളിവിടെ നിർത്തത്തില്ല. അവർ ഇതാ വന്ന് വിസിലടിച്ചു കേട്ടോ. അവിടെ കയറാനായിട്ടുള്ള വാർണിംഗ് തന്നു. അപ്പോൾ നമ്മളെല്ലാവരും കയറി കേട്ടോ. അവിടെ നിന്ന് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് കിടക്കണം. പക്ഷെ മക്കളോട് പറഞ്ഞിട്ട് ഒരു അനുസരണയില്ല. അവർക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അൻഷുവിനൊക്കെ ഭയങ്കര ഇഷ്ടമായി കളിക്കാനായിട്ട്. അവിടുത്തെ ഒരു അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇങ്ങനെ എന്താ പറയുക, നല്ല രസമാണ് കാണാനായിട്ട്. ഇതാ ഈ ഒരു ഭാഗത്തൊക്കെയാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു മരത്തിലാണ് നമ്മുടെ ബാഹുബലിയിലൊരു സീനൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത്. അങ്ങനെ എന്താ പറയുക, നമ്മൾ തിരിച്ച് നടക്കുകയാണ്. നമുക്ക് മതിയായില്ല സത്യം പറഞ്ഞാൽ. കുട്ടികൾക്കായാലും അതേ വെള്ളത്തിൽ കളിച്ച് മതിയായില്ല. കുറച്ച് നേരത്തെ വരേണ്ടതായിരുന്നു, രാവിലെ തന്നെ. നിങ്ങൾ വരികയാണെങ്കിലും ആരെങ്കിലും ഇത് കണ്ടിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നേരത്തെ വരാം കേട്ടോ. എന്നാലാണിത് നമുക്ക് ഈ സ്പേസ് നന്നായി ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ കല്ല് വിരിച്ച വഴിയാണ് കേട്ടോ. ഇതിൽ കുറേ ഇടമുണ്ട് അങ്ങനെ കല്ല് വിരിച്ച വഴി നടക്കാനായിട്ട്. അപ്പോൾ നമ്മളിതാ അതിന് പുറത്തേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിറയെ കുരങ്ങന്മാരുണ്ട് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഓരോന്നൊക്കെ വാങ്ങിച്ച് കൊടുക്കുന്നുണ്ട് അവർക്ക്. ഇപ്പോൾ പോകാൻ പറ്റുന്നവരൊക്കെ പോയി കാണാൻ ശ്രമിക്കുക കേട്ടോ. അടിപൊളി സ്ഥലമാണ്. എന്തായാലും നമുക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും.
അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.